സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ സട്ടാബിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയരെ, റമളാനിൻ്റെ അനുഗ്രഹീത ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഒരു മുഅ്മിൻ്റെ മനസ്സ് വല്ലാതെ പിടയും. കാരണം ഈ റമളാൻ തനിക്ക് അനുകൂലമാകുമോ അതല്ല പ്രതികൂലമാകുമോ എന്ന ഒരു വല്ലാത്ത ബേജാർ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവും. അള്ളാഹു ഇഷ്ടപ്പെടുവാൻ മാത്രം, അള്ളാഹു സ്വീകരിക്കുവാൻ മാത്രം എൻ്റെ നോമ്പിനും എൻ്റെ നമസ്കാരത്തിനും എൻ്റെ സൽക്കർമ്മങ്ങൾക്കും അതിനുള്ള തികവും മികവും പൂർണ്ണതയും ഉണ്ടോ എന്ന ആഴത്തിലുള്ള ചിന്ത ഒരു വിശ്വാസിക്കുണ്ടാവും. നമ്മൾ അറിയണം, കാരുണ്യവാനായ സട്ടാവ് മുത്തക്കികളിൽ നിന്നാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ് അള്ളാഹു അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചത്. നോമ്പിൻ്റെ ലക്ഷ്യമാകട്ടെ തഖ്വ നേടിയെടുക്കല. ഈ നീണ്ട ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആഴത്തിലുള്ള പരിശോധന ഈ അവസാന നിമിഷമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുത്തക്കികളെയാണ് അള്ളാഹുവിനിഷ്ടം. മുത്തക്കികളോടൊപ്പമാണ് അള്ളാഹ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തക്കികളെയാണ് അള്ളാഹുവിനിഷ്ടമെന്ന്. അതുകൊണ്ട് മുത്തക്കികളാവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പിലൂടെ തഖ്വ നേടിയെടുത്തവരായി ഉയർന്നു നിൽക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറ മുഅ്മിനൂനിലെ 57-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. അതെ, ചില ആളുകൾ അവർ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി ചോദിച്ചു, ഹുമുല്ലദീ യസ്ന വയശ്റബുൽ ഖംർ, അവരെന്താ വ്യഭിചരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കള്ളുകുടിയന്മാരായതുകൊണ്ടോ, വയസ്സിരിക് അതല്ല ഇനി അവർ മോഷ്ടാക്കളായതുകൊണ്ടോ ആണോ അവർക്ക് ഇത്ര പേടിയും ബേജാറുമുള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയോട് പറഞ്ഞു, ലാ യാ ബിൻത് സിദ്ദീഖ, അങ്ങനെയല്ല സിദ്ദീഖിന്റെ മകളെ കാര്യം, മറിച്ച് വലാകിന്ന റജുൽ, ആ മനുഷ്യൻ, യസൂമു വയുസല്ലി വയതസദ്ദഖ്, അവൻ നോമ്പുകാരനാണ്, നമസ്കരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ ചെലവഴിക്കുന്നവനാണ്, വയഖാഫു അല്ലാ യുഖ്ബല മിൻ, പക്ഷേ ഇതെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകാര്യയോഗ്യമാകാൻ മാത്രം തികവും മികവുമുണ്ടോ പൂർണ്ണതയുണ്ടോ എന്ന വല്ലാത്ത ബേജാറ് അവനുണ്ടാവും. ആ ചിന്തയാണ് അവനെ ഭയചികിതനാക്കുന്നത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മൾ ഈ നീണ്ട ഒരു മാസക്കാലം നോമ്പെടുത്തു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് ഖുർആൻ കേട്ടു, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ചെയ്യാവുന്നത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചു, ചെയ്യാവുന്ന നന്മകളെല്ലാം ചെയ്തു. അതോടൊപ്പം പടച്ച റബ്ബേ, ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കുവാൻ മാത്രമുള്ള ഇഖ്ലാസും തഖ്വയും നിലനിർത്തിക്കൊണ്ട് ആ കർമ്മങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്ന ആഴത്തിലുള്ള വിലയിരുത്തലും ചിന്തയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. സർവോപരി അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയം തുറന്ന് കൈകളുയർത്തി നിറകണ്ണുകളോടെ ചോദിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, ആവശ്യപ്പെടേണ്ടതുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റബ്ബേ എന്ന്. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും ഞങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും ഞങ്ങളുടെ ദിക്റുകളും ഞങ്ങളുടെ സ്വതക്കകളും ഞങ്ങളുടെ സക്കാത്തുകളും എന്നു തുടങ്ങി ഞങ്ങൾ ചെയ്ത സകല നന്മകളും നീ ഇഷ്ടപ്പെടണമേ, നീ സ്വീകരിക്കണമേ, നീ തൃപ്തിപ്പെടണമേ. പോരായ്മകളുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറകണമേ എന്ന് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. ഇനിയും ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള നന്മകളുമായി മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടട്ടെ, നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ദിക്റുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടട്ടെ. നാളെ പരലോകത്ത് സ്വർഗപ്രവേശം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.